Hi students, welcome to physics class. Today we are going to discuss about our first chapter, units and measurements. Suppose I am going to a shop for some purchasing. I want to buy something. Then in my list contain 1 kilo apple, 1 liter oil, 1 dozen buttons and 500 grams of banana, etc. So, can you please tell what is this kilogram, liter, dozen or gram, etc.? What is it is actually, dears? Think kilo, liter, dozen. So, what is that? Yes, they are units, isn't it? Kilogram, liter, gram. Okay, they are all units. സോ നമ്മൾ എന്തിനാണ് ഇങ്ങനെ യൂണിറ്റ്സ് യൂസ് ചെയ്യുന്നത്? വൈ വി നീഡ് യൂണിറ്റ്സ്? നമുക്ക് വെറുതെ അങ്ങനെ പറഞ്ഞാൽ പോരെ. എന്തിനാണ് നമ്മൾ യൂണിറ്റ്സ് യൂസ് ചെയ്യുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ വൈ വി ആർ യൂസിങ് യൂണിറ്റ്സ്? അപ്പം മിസ് ഒരു സിറ്റുവേഷൻ പറയാം. സപ്പോസ് വി ആർ മെഷറിങ് എ ടേബിൾ യൂസിങ് എ പെൻസിൽ. ഓക്കെ, വി ആർ മെഷറിങ് എ ടേബിൾ യൂസിങ് എ പെൻസിൽ. അങ്ങനെയാണെങ്കിൽ ഞാൻ 2 കുട്ടികളോട് അവരുടെ ടേബിള് അവരവരുടെ കയ്യിലുള്ള പെൻസിൽ കൊണ്ട് മെഷർ ചെയ്യാൻ പറഞ്ഞു. അപ്പം സപ്പോസ് ദിസ് ഈസ് സ്റ്റുഡൻറ്റ് 1 ആണ്, ദിസ് ഈസ് 1 ഫസ്റ്റ് സ്റ്റുഡൻറ്റ്, ദിസ് ഈസ് സെക്കൻഡ് സ്റ്റുഡൻറ്റ്സ്. സോ ഈ ഫസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ കയ്യിലൊരു കുഞ്ഞു പെൻസിലാണുള്ളത്, സെക്കൻഡ് സ്റ്റുഡൻറ്റിൻ്റെ കയ്യിലൊരു ലാർജ് പെൻസിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഫസ്റ്റത്തെ സ്റ്റുഡൻറ്റ് ടേബിൾ മെഷർ ചെയ്തപ്പം ആ കുട്ടിക്ക് ഒരു 10 പെൻസിൽ ലെങ്ത്തിലാണ് ആ ടേബിളിൻ്റെ ലെങ്ത്ത് കിട്ടിയത്. പക്ഷേ നമ്മളുടെ സെക്കൻഡിൽ കുട്ടി അളന്ന സമയത്ത് ആ കുട്ടിക്ക് ഒരു 5 പെൻസിൽ ലെങ്ത്തിൽ ടേബിളിൻ്റെ ലെങ്ത്ത് കിട്ടി. അപ്പോൾ നോക്കൂ, ഒരു സെയിം ടേബിളാണ് നമ്മൾ 2 കുട്ടികളെ കൊണ്ട് അളക്കാൻ പറഞ്ഞത്. പക്ഷേ ആ സെയിം ടേബിളിൻ്റെ മെഷർമെൻറ്റ് തന്നെ നമുക്ക് 2 രീതിയിൽ കിട്ടി. അത് പോസിബിൾ ആവാൻ പറ്റുമോ? ഇല്ല. അവിടെ എന്തോ ഒരു എറർ സംഭവിച്ചിട്ടുണ്ട് അല്ലേ? അതിൻ്റെ ലെങ്ത്ത് ഒരിക്കലും ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റീൻ്റെ ലെങ്ത്ത് മാറാൻ പാടില്ല. പക്ഷേ ഇവിടെ എന്തോ ഒരു എറർ സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ മുഴം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? മുഴം, അതായത് നമ്മൾ ജാസ്മിൻ, നമ്മൾ മുല്ലപ്പൂവൊക്കെ വാങ്ങുന്ന സമയത്ത് അവർ ഒരു മുഴം മുല്ലപ്പൂവ് അല്ലെങ്കിൽ 2 മുഴം മുല്ലപ്പൂവ് അങ്ങനെയാണ് പറയുക. അപ്പം മുഴം എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മളുടെ ഒരു ഫോർ ഹാൻഡിൻ്റെ, നമ്മളുടെ ഫിംഗർ തൊട്ടിട്ട് നമ്മളുടെ കൈമുട്ട് വരെയുള്ള നീളത്തിനെയാണ് നമ്മൾ ഒരു മുഴം അല്ലെങ്കിൽ ഫോർ ഹാൻഡ് ക്വാണ്ടിറ്റി എന്ന് പറയാം. അപ്പം മുല്ലപ്പൂവൊക്കെ അവർ അത്ര അളന്നിട്ടാണ്. പക്ഷേ ഓരോരുത്തരുടെയും ഫോർ ആമിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവില്ല. എല്ലാവർക്കും ഒരേ ഫോർ ഹാൻഡ് ആയിരിക്കുമോ ലെങ്ത്ത്? അല്ല. അപ്പം അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പം ഓരോരോ സ്ഥലത്ത് ഓരോരോ തരം യൂണിറ്റ്സ് ആണെന്ന് വിചാരിക്കുക. ഇപ്പം നമുക്കിപ്പം ഒരു ഇത്ര മീറ്റർ, ഇപ്പം നമ്മളുടെ നാട്ടിൽ ഒരു 10 മീറ്റർ എന്ന് പറയുന്നത് വേറെ നാട്ടിൽ ചിലപ്പം മീറ്റർ ഇല്ല, അവിടെ ചിലപ്പം മുഴം വെച്ചിട്ടായിരിക്കും പറയാം, അല്ലെങ്കിൽ ചില സ്ഥലത്ത് സെൻറ്റിമീറ്റർ വെച്ചിട്ടായിരിക്കും. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ യൂണിറ്റ്സ് ആയാൽ നമുക്കത് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ആ വിവരങ്ങൾ മറ്റുള്ളവരെ കൺവേ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് വേൾഡ് വൈഡായിട്ട് എല്ലാ സ്ഥലത്തും നമുക്ക് എന്ത് വേണം? സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് വേണം. അപ്പോൾ യൂണിറ്റ്സിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്നാൽ അവിടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഉണ്ടെങ്കിൽ എന്താണ്? നമുക്ക് 10 മീറ്റർ എന്ന് നമ്മൾ വേൾഡിൽ എവിടെ വേണമെങ്കിലും പോയി പറഞ്ഞാലും യെസ്, ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് അല്ലേ? നമുക്ക് 10 മീറ്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു ക്വാണ്ടിറ്റി ആർക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് യൂണിറ്റ്സിന് ഒരു സ്റ്റാൻഡേർഡ് വേണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് യൂണിറ്റ്സിൻ്റെ പ്രത്യേകത. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൻ്റെ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പഠിക്കുന്നുള്ളൂ. ഇതിൽ വരുന്ന പല യൂണിറ്റ്സ് അതേപോലെ പല ബേസിക് തിങ്സ് നമുക്ക് ഹയർ ക്ലാസ്സിലേക്ക് ആവശ്യമുള്ള പോയിൻറ്റ്സ് ആണ്. അപ്പോൾ യൂണിറ്റ്സിനെ പറ്റി കറക്റ്റ് നമുക്ക് മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോവാം. ദെൻ ഇൻ ഫിസിക്സ് വൈ വി നീഡ് മെഷർമെൻറ്റ്, വൈ വി നീഡ് യൂണിറ്റ്സ്? നമുക്കറിയാം ഫിസിക്സിൽ ഒരുപാട് ഫിനോമിനൻസ് അതേപോലെ എക്സ്പെരിമെൻറ്റ്സ് അതേപോലെ ലോസ് തിയറീസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് യൂണിറ്റ്സ് ഇല്ലാതെ നടക്കില്ല. അപ്പം ഫിസിക്സിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിനും, അതായത് നമ്മൾ അളക്കുന്നതിലുള്ള കൃത്യത എന്താണ്? വളരെ വലുതാണ്.
അപ്പം ഈ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ചില്ലറക്കാരനല്ല. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം യൂണിറ്റ്സും അതേപോലെ ആ യൂണിറ്റ്സിനെ നമ്മൾ മെഷർ ചെയ്യുന്നതും വളരെ ശ്രദ്ധയോടെ ചെയ്തിട്ടില്ലെങ്കിൽ അത് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് ഇസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. വാട്ട് ഇസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി? Physical quantity is a property that can be measured and described by a number is called a physical quantity. അത് നമുക്ക് ഒരു ക്വാണ്ടിറ്റീനെ നമുക്ക് അളവ് അല്ലേ, ആ അളവിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ദെൻ ആ മെഷർ ചെയ്തതിനെ നമുക്കൊരു നമ്പർ കൊണ്ട് അതിനെ റെപ്രസെൻ്റ് ചെയ്യാനും പറ്റും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഹൈറ്റ്, ഒരു വ്യക്തിയുടെ ഹൈറ്റ് അല്ലേ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അതിനെ മെഷർ ചെയ്തൂടെ? യെസ്, നമുക്ക് സ്കെയിലോ മറ്റ് ടേപ്പോ വെച്ചിട്ട് നമുക്കതിനെ മെഷർ ചെയ്യാൻ പറ്റും. ആ മെഷർ ചെയ്തത് നമുക്കൊരു നമ്പർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഡിനോട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇത്തരം ക്വാണ്ടിറ്റീസിനെയാണ് നമുക്ക് എന്ത് പറയുക, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. ഇനി വേറെ എക്സാമ്പിളാണ് ഒരു പേഴ്സൻ്റെ മാസ് അല്ലേ. ഫോർ എക്സാമ്പിൾ, ഹി ഹാസ് 50 കിലോഗ്രാം മാസ്. അപ്പോൾ 50 എന്നുള്ളത് നമുക്ക് വെയിങ് മെഷീൻ യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യാം. ദെൻ 50 എന്നൊരു നമ്പർ വെച്ചിട്ട് നമുക്കതിനെ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ എന്താണ്, മാസും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് മനസ്സിലായല്ലോ. നമുക്കതിനെ മെഷർ ചെയ്ത് ആൻഡ് വി ക്യാൻ റെപ്രസെൻറ്റ് ദാറ്റ് മെഷർമെൻറ്റ് യൂസിങ് എ നമ്പർ ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ലെങ്ത്ത്, ടൈം, ഏരിയ, ടെമ്പറേച്ചർ, വെയ്റ്റ്, മാസ്, ഇതൊക്കെ എന്താണ്, ദേ ആർ എക്സാമ്പിൾസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഇങ്ങനത്തെ കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസും എന്താണ് അതിൻ്റെ യൂണിറ്റ്സ്, കാര്യങ്ങൾ എങ്ങനെയാണ് അതിനെ മെഷർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ദെൻ നമ്മളിപ്പോൾ പറഞ്ഞു, ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു ലെങ്ത്ത് അല്ലേ, ലെങ്ത്ത് എന്താണ്, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. നമുക്കതിനെ മെഷർ ചെയ്യാം, നമുക്കതിനൊരു നമ്പർ വെച്ച് അളക്കാം. പക്ഷേ ലെങ്ത്തിന് തന്നെ എന്തുണ്ട്, ഒരുപാട് യൂണിറ്റ്സ് ഇല്ലേ. നമുക്ക് സെൻറ്റിമീറ്ററിൽ പറയാം, മീറ്ററിൽ പറയാം, കിലോമീറ്ററിൽ പറയാം അല്ലേ. ചിലപ്പം ഇത്ര ഫൂട്ടാണെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, ഇത്ര ഫൂട്ട് ലെങ്ത്താണ്, അല്ലെങ്കിൽ ഇഞ്ച് വെച്ചിട്ട് നമുക്ക് മീറ്ററിനെ പറയാം, ലെങ്ത്തിനെ പറയാം. അപ്പം പല യൂണിറ്റ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മീറ്ററിനെ റെപ്രസെൻ്റ് ചെയ്യാം. അതേപോലെ തന്നെ വെയിറ്റ് ആണെങ്കിൽ എന്താണ്, കിലോഗ്രാം ആയിട്ട് പറയാം, ഗ്രാമിൽ പറയാം, മില്ലിഗ്രാം ആയിട്ട് പറയാം, അല്ലെങ്കിൽ പൗണ്ട് വെച്ചിട്ട് പറയാം അല്ലേ, പൗണ്ട്, അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് മാസിനെ പറയാം. ടൈം ആണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഇത്ര സെക്കൻഡ് ആണെന്ന് പറയാം, മിനിറ്റ് ഇത്ര മിനിറ്റ് ആണെന്ന് പറയാം, ഇത്ര ഹവർ ആണെന്ന് പറയാം. അപ്പം ഒരുപാട് യൂണിറ്റ്സ് ഉണ്ട്. അപ്പം നമ്മളുടെ ഈ എന്താ പറയുക, സയൻസിൻ്റെ ഇങ്ങനത്തെ അക്കാദമീസ് അതേപോലെ ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഇതിൽ ഒരു യൂണിറ്റിനെ, അതായത് കുറേ യൂണിറ്റിൽ നിന്നും ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കും ഒരു യൂണിറ്റിനെ ബേസിക്കായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ യൂണിറ്റിനാണ് നമ്മൾ എന്ത് പറയുക, SI യൂണിറ്റ്സ് ഓർ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഫോർ എക്സാമ്പിൾ, ലെങ്ത്തിന് മിസ് പറഞ്ഞു, മീറ്റർ ഉണ്ട്, കിലോമീറ്റർ ഉണ്ട്, സെൻറ്റിമീറ്റർ ഉണ്ട് അല്ലേ, ഇഞ്ച് എന്നുണ്ട്. അപ്പം നമുക്ക് ലെങ്ത്തിലുള്ള SI യൂണിറ്റ്, ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ്. അപ്പം ഒരുപാട് യൂണിറ്റിൽ ഒരു യൂണിറ്റിന് നമ്മൾ അങ്ങനെ എന്താക്കി വെച്ചിട്ടുണ്ട്, ബേസിക് യൂണിറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ SI യൂണിറ്റ് എന്ന് പറയുക. അപ്പം SI യൂണിറ്റ് എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നോക്കാം. അതിനെ എന്താണ്, വാട്ട് ഈസ് ദാറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് യൂണിറ്റ് ആൻഡ് ഹൗ ക്യാൻ വി മെഷർ. സോ ഫസ്റ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ലെങ്ത്. What is length actually? Length is a measurement which identifies the distance between two points, or it also measures how long an object is or its height and width. അല്ലേ, ഒരു രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ ഹൗ ലോങ് ദേ ആർ, അതാണ് ശരിക്കും ലെങ്ത്ത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഹൈറ്റ്, വിഡ്ത്ത്, ഇതൊക്കെ നമ്മൾ ലെങ്ത്ത് വെച്ചിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ വാട്ട് ഇസ് ലെങ്ത്ത് എന്ന് മനസ്സിലായല്ലോ. ദെൻ the SI unit or the basic unit of length is what? Meter. അപ്പം അതാണ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് ഇസ് മീറ്റർ. ഓക്കെ, സോ ലെങ്ത് എന്താണ്? ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിൻറ്റ്സ്. പിന്നെ നമ്മൾ ഈ 1 മീറ്റർ എന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് കുറേ എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്തിയിട്ട് ഈ ഒരു അളവാണ് 1 മീറ്റർ എന്ന് നമ്മൾ
കണക്കാക്കിയിട്ടുണ്ട്. അപ്പം ആക്ച്വലി 1 മീറ്റർ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് a length of the path traveled by the light in a vacuum during time interval of 1 by this much second. അപ്പം 1 സെക്കൻഡിലല്ല 1 by ഇത്രയും വലിയ ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ അത്രയും ചെറിയൊരു ടൈമിൽ നമ്മളുടെ ലൈറ്റ് വാക്വം എന്ന് പറഞ്ഞാൽ അവിടെ എയർ ഒന്നും ഉണ്ടാവില്ല, എയർ ഒന്നും ഇല്ലാത്തൊരു സ്പേസിൽ കൂടി നമ്മുടെ ലൈറ്റ് ഇത്ര ടൈമിൽ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന ആ ഒരു ലെങ്ത്തിനെയാണ് നമ്മൾ 1 മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് വെച്ചിട്ടുള്ളത്. ഇനി ഇതാണ് നമ്മളുടെ സ്കെയിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സ്കെയിൽ പരിചയമായിരിക്കും. അപ്പം ഈ സ്കെയിലിൽ നിങ്ങൾക്ക് ഒരുപാട് ലൈൻസ് കാണാം, കുഞ്ഞ് ലൈൻസ് കാണാം, അതേപോലെ വലിയ ലൈൻസും കാണാം. 0 തൊട്ടിട്ടാണ് നമുക്കത് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ ഈ ഒരു സ്കെയിലിൽ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്കെയിൽ ഉണ്ടെങ്കിൽ എല്ലാവരും എടുക്കുക. അപ്പം ഇവിടെ നോക്കുക, കണ്ടോ, ഇവിടെ 0 തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. isn't it 0 1 second. ഓക്കെ, അപ്പം 0 തൊട്ടിട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു വര നിങ്ങൾ കാണുന്നത്. പിന്നെ 2 കാണുന്നുണ്ട്, 3 കാണുന്നുണ്ട്, 4 കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ശരിക്കും നമ്മളുടെ സ്കെയിൽ കറക്റ്റ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ ഇത്ര വര കാണാം, അതിൻ്റെ ഇടയ്ക്ക് പിന്നെയും കുഞ്ഞ് വര കാണാം അല്ലേ. പിന്നെ ഇവിടെ 1. അപ്പോൾ ഈ 0 തൊട്ട് 1 എന്ന് എഴുതിയ വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, സെൻറ്റിമീറ്റർ എന്ന് പറയാം. ഓക്കെ, സെൻറ്റിമീറ്റർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്കെയിൽ എടുത്തിട്ട് 0യുടെയും 1ൻ്റെയും ഇടയിൽ എത്ര കുഞ്ഞ് ലൈൻസ് ഉണ്ടെന്നൊന്ന് എണ്ണി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 0യുടെയും 1ൻ്റെയും ഇടയിൽ 10 കുഞ്ഞ് ലൈൻസ് കാണാൻ പറ്റും. ഓക്കെ, ആ 10 കുഞ്ഞ് ലൈനിൽ തന്നെ തൊട്ടടുത്ത 2 കുഞ്ഞ് ലൈൻസ് തമ്മിലുള്ള ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, മില്ലിമീറ്റർ എന്ന് പറയാം. അപ്പം ഒരു സ്കെയിലിൽ എന്തൊക്കെ ഉണ്ടാവും, ഒരു സ്കെയിൽ നമ്മൾ മീറ്റർ സ്കെയിലാണ് ആക്ച്വലി 1 മീറ്റർ എന്ന് പറയുന്നത്. ആക്ച്വലി 100 സെൻറ്റിമീറ്റർ ആണ്. നമ്മളുടെ കയ്യിലൊക്കെ ഉള്ള സ്കെയിൽ ചെറിയ സ്കെയിലാണെങ്കിൽ 15 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലായിരിക്കും, വലിയ സ്കെയിലാണെങ്കിൽ 30 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലായിരിക്കും. അങ്ങനത്തെ 100 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്കെയിലിൻ്റെ ലെങ്ത്തിനെയാണ് നമ്മൾ 1 മീറ്റർ എന്ന് പറയാം. ഓക്കെ, സോ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, 100 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അതേപോലെ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ഇടയിൽ 0ൻ്റെയും 1ൻ്റെയും ഇടയിൽ എത്ര കുഞ്ഞ് ലൈൻസ് ഉണ്ട്, അതിനെയാണ് നമ്മൾ മില്ലിമീറ്റർ വെച്ചിട്ട് പറയുക. സോ 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10 മില്ലിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ ആണ്, 1 സെൻറ്റിമീറ്റർ 10 മില്ലിമീറ്റർ ആണ്. ഞാൻ ഇതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നോക്കാനുള്ളത്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു 1 സെൻറ്റിമീറ്റർ അല്ലേ, 1 സെൻറ്റിമീറ്റർ 10 മില്ലിമീറ്റർ ആണ്, 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ ആണ്. ദെൻ അങ്ങനത്തെ 1000 മീറ്റേഴ്സ് വെച്ചാൽ അതെന്തായി, ഒരു കിലോമീറ്ററായി. അപ്പം ഈ ഒരു നമ്പർ പഠിക്കാൻ ഫസ്റ്റ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം എന്ത് ചെയ്യാം, നമ്മളത് എഴുതി വെച്ച് റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കാം. ഓക്കെ, ദെൻ എങ്ങനെ നമുക്ക് മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാം, സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാം, അങ്ങനെ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മീറ്റർ എത്ര സെൻറ്റിമീറ്റർ ആണ്, അപ്പോൾ ഒരു മീറ്റർ എത്ര സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഒരു മീറ്റർ എത്ര സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ സ്കെയിൽ ഒന്ന് പഠിച്ചാൽ മതി. നമുക്ക് മീറ്ററിനെ എന്താക്കാണ് വേണ്ടത്, സെൻറ്റിമീറ്റർ ആക്കാണ് വേണ്ടത്. അപ്പോൾ മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാൻ ആ തന്ന ക്വാണ്ടിറ്റിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺവേർഷൻ ടേബിൾ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഒരു മീറ്റർ ആണെങ്കിൽ 1 × 100, അപ്പം 100 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെൻറ്റിമീറ്ററിനെ മീറ്റർ അല്ലെങ്കിൽ മീറ്ററിനെ സെൻറ്റിമീറ്റർ ഒക്കെ ആക്കി കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഈ കൺവേർഷൻ നിങ്ങൾ പഠിക്കണം. ഇനി നമുക്ക് ഈ ഒരു മീറ്റർ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പക്ഷേ ഈസി ആയിട്ട് നമുക്കതിനെ മെഷർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ തിക്നെസ് ഓഫ് പേപ്പർ.
നമ്മളുടെ പേപ്പറിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് നമ്മളുടെ മില്ലിമീറ്റർ, 1 മില്ലിമീറ്ററിനേക്കാളും ചെറുതാണ് അല്ലേ. അപ്പം നമുക്ക് തിക്നെസ് ഓഫ് പേപ്പർ നമ്മൾ സ്കെയിൽ വെച്ച് അളക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കും. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, തിക്നെസ് ഓഫ് ദി പേപ്പർ ക്യാൻ ബി മെഷേർഡ് യൂസിങ് ആ സ്കെയിൽ. അതെങ്ങനെയെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫോർ എക്സാമ്പിൾ കുറച്ചധികം പേപ്പർ എടുക്കുക, ഒരു 100 പേജോ അങ്ങനെ എത്രയെന്ന് വെച്ചാൽ അങ്ങനെ ഒരു 100 പേജ് എടുത്തിട്ട് നമ്മളത് കറക്റ്റ് ഓർഡറിൽ വെച്ചിട്ട് നമ്മളത് സ്കെയിൽ കൊണ്ട് എത്ര ഹൈറ്റ് ഉണ്ടെന്ന് മെഷർ ചെയ്യാം. ഓക്കെ, എത്ര ഹൈറ്റ് ഉണ്ടെന്ന് മെഷർ ചെയ്യാം. അപ്പോൾ നമുക്ക് തിക്നെസ് എങ്ങനെ കിട്ടും. ഫോർ എക്സാമ്പിൾ നമ്മളങ്ങനെ കുറേ പേപ്പർ നമ്മളങ്ങനെ വെച്ച സമയത്ത് നമുക്കത് 1 സെൻറ്റിമീറ്റർ എന്ന് കിട്ടിയെന്ന് വിചാരിച്ചു. 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 5 മില്ലിമീറ്റർ ഹൈറ്റിൽ നമുക്ക് പേപ്പർ കിട്ടിയെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ തിക്നെസ് ഓഫ് ദി പേപ്പർ എന്തായിരിക്കും, 5 മില്ലിമീറ്റർ ഡിവൈഡഡ് ബൈ ദി നമ്പർ ഓഫ് പേപ്പർ. ഫോർ എക്സാമ്പിൾ 100 പേജസ് ഉണ്ടെങ്കിൽ ബൈ 100 എന്ന് നമുക്ക് എഴുതിയാൽ ആ കിട്ടുന്ന ക്വാണ്ടിറ്റി ആയിരിക്കും എന്ത്, തിക്നെസ് ഓഫ് ദി പേപ്പർ. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, നമുക്ക് പേപ്പറിൻ്റെ തിക്നെസ് കണ്ടുപിടിക്കാം. എങ്ങനെ, നമ്മൾ ഒരുപാട് 100 പേപ്പർ ആണെങ്കിൽ 100 പേപ്പർ നമ്മൾ അടുക്കി വെച്ചിട്ട് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് അതിൻ്റെ ഹൈറ്റ് മെഷർ ചെയ്യാം. എന്നിട്ട് ആ കിട്ടുന്ന ഹൈറ്റിനെ എന്തുകൊണ്ട് മെഷർ ചെയ്യുക, നമ്പർ ഓഫ് ഷീറ്റ്സ് കൊണ്ട് മെഷർ ചെയ്താൽ, നമ്പർ ഓഫ് പേജസ് കൊണ്ട് മെഷർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, തിക്നെസ് ഓഫ് ദി ഈച്ച് പേപ്പർ അല്ലേ, തിക്നെസ് ഓഫ് 1 പേപ്പർ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി വേറൊരു കാര്യം, ഒരു കർവ്ഡ് സർഫസ് ഒരു ഇങ്ങനെയുള്ള ഒരു കർവ്ഡ് ലൈനാണെന്ന് വിചാരിച്ചു. ഈ കർവ്ഡ് ലൈനിൻ്റെ ലെങ്ത് എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാം. ഇതിങ്ങനെ ഒരു കർവ്ഡ് ഷേപ്പ് ആയതുകൊണ്ട് നമുക്ക് സ്കെയിൽ വെച്ച് അളക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്ത് ചെയ്താൽ മതി, വളരെ സിമ്പിളായിട്ട് ഒരു നൂലോ അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങോ എടുത്തിട്ട് നമ്മൾ ഈ കർവ്ഡ് സബ്സ്റ്റൻസിൻ്റെ മുകളിൽ കൂടി ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആ നൂലിൻ്റെ ലെങ്ത്ത് അളക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, കർവ്ഡ് സബ്സ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദെൻ ഈ ഒരു ഡയമീറ്റർ ഓഫ് ദ സ്ഫിയർ എങ്ങനെ മെഷർ ചെയ്യാം. ഒരു ബോളാണ് അല്ലേ, ബോളിന് ഡയമീറ്റർ ആണ് ഉണ്ടാവുക. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സ്ഫിയറിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അല്ലേ സെൻറ്ററിൽ കൂടിയുള്ള ഒരു ഭാഗത്ത് നിന്ന് മറ്റേ ഭാഗത്തേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പം എന്ത് ചെയ്താൽ മതി, ആ സ്ഫിയറിനെ നമ്മൾ എന്ത് ചെയ്യാം, 2 ബ്ലോക്കിൻ്റെ ഇടയിൽ വെക്കുക. എന്നിട്ട് ഈ ബ്ലോക്ക് തൊട്ടിട്ട് ഈ ബ്ലോക്ക് വരെയുള്ളത് മീറ്റർ വെച്ചിട്ട് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് അളന്നാൽ പോരെ. സോ ദാറ്റ് ഗിവ്സ് ദി ഡയമീറ്റർ ഓഫ് ദാറ്റ് സ്ഫിയർ. അപ്പോൾ ഇങ്ങനെ നമുക്ക് പല അളക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ട്രിക്ക് ഉപയോഗിച്ചിട്ട് നമ്മളെ മീറ്റർ സ്കെയിൽ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി വേറെ നമ്മളെ ലെങ്ത്ത് ഞാൻ മെഷർ ചെയ്യുന്ന വേറെ പല യൂണിറ്റ്സ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന യൂണിറ്റ്സ് പറഞ്ഞുതരാം. നമ്മൾ ഈ ബാക്ടീരിയൻ്റെ സൈസൊക്കെ പറയുന്നത് മൈക്രോൺ എന്നുള്ള യൂണിറ്റിലാണ്, അത്രയും മീറ്റർ. ഓക്കെ, 10⁻⁻6 എന്ന് പറഞ്ഞാൽ 1/6 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ മൈക്രോൺ എന്നുള്ളത് എന്താണ്, നമ്മളുടെ ലെങ്ത്ത് പറയാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മളെ പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സൊക്കെ 30 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് ബാഗുകളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പത്രത്തിൽ കേട്ടിട്ടുണ്ടാവും. അപ്പം ആ മൈക്രോൺ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ആക്ച്വലി ദി തിക്നെസ്, അതിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ ലെങ്ത്ത് അളക്കുന്ന ഒരു യൂണിറ്റാണ്. അപ്പം പ്ലാസ്റ്റിക് ബാഗിൻ്റെ ആ ഒരു കട്ടി, ആ ഒരു തിക്നെസ് എന്താവണം, 30 മൈക്രോണിൽ കൂടുതലായാൽ മാത്രമേ നമുക്കിപ്പോൾ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. മറ്റ് റീസൈക്കിൾ ചെയ്യാനൊന്നും നമുക്ക് കഴിയില്ല. അതുകൊണ്ടാണ് 30 മൈക്രോണിൽ താഴെയുള്ള ബാഗുകൾ ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. ഇനി നാനോമീറ്റർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. നാനോ എന്ന് പറയുന്നത് നമ്മൾ മോളിക്യൂൾസിൻ്റെ സൈസൊക്കെ മെഷർ ചെയ്യുന്ന ഒരു ലെങ്ത്തിൻ്റെ യൂണിറ്റ് തന്നെയാണ് നാനോമീറ്റർ. ഇനി വളരെ ദൂരം കൂടുതലാണെങ്കിൽ, അതായത് പ്ലാനറ്റ്സ് തമ്മിലുള്ള ലെങ്ത്ത്, അതേപോലെ സണ്ണ് സ്റ്റാർസ് തമ്മിലുള്ള ലെങ്ത്ത്, അതൊക്കെ അളക്കുന്നത് നമ്മൾ ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ലെങ്ത്തിൻ്റെ മെഷർ വെച്ചിട്ടാണ്. സോ 1 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് 1.5 × 10⁻11 മീറ്ററാണ്. അത്രക്കും വലിയ സംഖ്യയാണ് എന്ത്, 1 ആസ്ട്രോണോമിക്കൽ. അതേപോലെ ലൈറ്റ് ഇയർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി ലൈറ്റ് ഇൻ വാക്യൂം ഇൻ 1 ഇയർ. ഒരു വർഷം നമ്മളുടെ ലൈറ്റ്, വാക്യൂം എന്ന് പറഞ്ഞാൽ എയർ ഒന്നും ഇല്ലാത്ത നമ്മളുടെ അറ്റ്മോസ്ഫിയർ, അതിൽ കൂടി പാസ് ചെയ്യുന്ന ലെങ്ത്ത്, അത്രയും ട്രാവൽ ചെയ്യുന്ന ആ ഒരു സമയത്ത് ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റാറിൽ നിന്ന് വേറൊരു സ്റ്റാറിലേക്കുള്ള ദൂരം നമ്മൾ ലൈറ്റ് ഇയർ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഡിസ്റ്റൻസിലാണ് ഓരോ സ്റ്റാറും നിൽക്കുന്നത്. ഓക്കെ,
ഇനി നെക്സ്റ്റായിട്ട് നമുക്ക് നമ്മൾ മെഷർ ചെയ്യുമ്പം ലെങ്ത്ത് മെഷർ ചെയ്യുമ്പം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരിക്കലും നമ്മൾ സ്കെയില് ചെരിച്ച് പിടിക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴും സ്കെയിൽ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് നമ്മൾ നേരെ വെച്ചിട്ടേ നമ്മൾ മെഷർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇങ്ങനെ ഒരിക്കലും നമ്മൾ ചിരിച്ച് വെക്കരുത്, നേരെ വെച്ച് മെഷർ ചെയ്യണം. ഇനി വേറൊരു തെറ്റ് വരാനുള്ളത്, നമ്മളെപ്പോഴും മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ നേരെ പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ അതിൻ്റെ മെഷർമെൻ്റ് എടുക്കണം. ഈ ഒരു ചെരിഞ്ഞ് നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. നമ്മൾ പെൻസിൽ വെച്ചിട്ട് അളവെടുക്കുമ്പോൾ നമ്മൾ സൈഡിൽ നിന്നാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമ്മളുടെ മെഷർമെൻറ്റ് തെറ്റും. അപ്പം ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുന്ന കുട്ടിക്ക് മെഷർമെൻറ്റ് ഇപ്പോൾ ഇതൊരു 8 ആണെങ്കിൽ 8-ൽ കൂടുതലായിട്ടായിരിക്കും തോന്നുക. നേരെ മറിച്ച് അതിൻ്റെ ഈ ഭാഗത്ത് നോക്കുന്ന കുട്ടിക്ക് 8-ൽ കുറവായിട്ടാണ് നോക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് നമ്മളതിന് പെർപെൻഡിക്കുലറായിട്ട് വേണം എന്ത് ചെയ്യാൻ, മെഷർമെൻറ്റ് എടുക്കുവാൻ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ലെങ്ത്തിനെ പറ്റിയിട്ട്. ഇനി അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് മാസ്. മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് മാറ്റർ ഇൻ ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൽ എത്ര മാറ്റർ അടങ്ങിയിട്ടുണ്ട്, ഒരു ഒബ്ജക്റ്റിൽ എത്ര ക്വാണ്ടിറ്റി അടങ്ങിയിട്ടുണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, മാസ് എന്ന് പറയുക. മാസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണല്ലേ, നമുക്കതിനെ മെഷർ ചെയ്യാനും പറ്റും, നമുക്കതൊരു നമ്പർ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനും പറ്റും. സോ മാസ് ഇസ് ഡെഫിനറ്റ്ലി എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ദെൻ SI യൂണിറ്റ് ഓഫ് മാസ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. നമുക്കറിയാം മാസിനെ നമുക്ക് ഗ്രാമിൽ പറയാം, കിലോഗ്രാമിൽ പറയാം, പൗണ്ടിൽ പറയാം, മില്ലിഗ്രാമിൽ പറയാം അല്ലേ. അപ്പം ഒരുപാട് ഗ്രാമിന് യൂണിറ്റ്സ് ഉണ്ട്. അതിൽ തന്നെ നമ്മൾ ബേസിക് ആയിട്ട് വെച്ചത് ഏതാണ്, SI യൂണിറ്റ് ഓഫ് മാസസ് കിലോഗ്രാം. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു മീറ്റർ എന്ന് പറയുന്നത് എന്താണ്, അത്രയും കുഞ്ഞ് സെക്കൻഡിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ 1 മീറ്റർ ആക്കി വെച്ചത്. അതേപോലെ തന്നെ 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഫ്രാൻസിലുള്ള പാരീസിലുള്ള ഒരു സ്ഥലത്ത് ഒരു പ്ലാറ്റിനം ഇറീഡിയം മെറ്റീരിയൽ കൊണ്ട് ഒരു സിലിണ്ടർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്ര പെർസെൻറ്റേജ് പ്ലാറ്റിനം, ഇത്ര പെർസെൻറ്റേജ് ഇറീഡിയം വെച്ചിട്ടൊരു സിലിണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സിലിണ്ടറിൻ്റെ മാസാണ് 1 കിലോഗ്രാം ആയിട്ട് അവർ റെഫറൻസ് ആക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി 1 കിലോ എന്ന് പറഞ്ഞാൽ എന്താണ്, 1000 അല്ലേ, 1000 ഗ്രാമിനെയാണ് നമ്മൾ എന്ത് പറയുക, 1 കിലോഗ്രാം എന്ന് പറയുക. അതേപോലെ 1 ഗ്രാം എന്ന് പറയുന്നത് 1000 മില്ലിഗ്രാം ആണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ച കൺവേർഷൻ പോലെ തന്നെ ഗ്രാമിനെ കിലോഗ്രാം ആക്കുക, കിലോഗ്രാമിനെ ഗ്രാം ആക്കുക. അപ്പോൾ അത് നമുക്ക് ഈ ടേബിൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് വേറെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ടൈം. ടൈമിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും, നമ്മൾ 2 ഈവൻറ്റ്സ് തമ്മിലുള്ള ഒരു ടൈം ഇൻ്റർവെല്ല് ഇൻ ബിറ്റ്വീൻ, അല്ലെങ്കിൽ ആ ഒരു ഡ്യൂറേഷൻ ഓഫ് ആൻ ഈവൻറ്റ്, അങ്ങനത്തെ ഒരു ക്വാണ്ടിറ്റിനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ടൈം വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക. സോ ദാറ്റ് ഈസ് ആക്ച്വലി ടൈം അല്ലേ. ഇറ്റ് ഈസ് എ മെഷർ ഇൻ വിച്ച് ഈവൻറ്റ്സ് ക്യാൻ ബി ഓർഡേഡ് ഫ്രം ദി പാസ്റ്റ് ത്രൂ ദി പ്രസൻറ്റ് ദെൻ ടു ദി ഫ്യൂച്ചർ. നമുക്ക് ഈവൻറ്റ്സിനെ അല്ലെങ്കിൽ ഡ്യൂറേഷൻ ഓഫ് ഈവൻറ്റ്സ് ഓർ ഇൻ ബിറ്റ്വീൻ ദി ഈവൻറ്റ്സ്, ഇതിനൊക്കെ നമുക്ക് മെഷർ ചെയ്യുന്നത് നമ്മുടെ ടൈം വെച്ചിട്ടാണ്. അപ്പോൾ ടൈമിന് നമുക്കറിയാം സെക്കൻഡ് ഉണ്ട്, മിനിറ്റ്സ് ഉണ്ട്, അവർ ഉണ്ട്. ദെൻ SI യൂണിറ്റ് ഓഫ് ടൈം എന്ന് പറയുന്നത് എന്താണ്, സെക്കൻഡാണ്. ഓക്കെ, സെക്കൻഡ്. അപ്പം നമ്മൾ 3 SI യൂണിറ്റ്സ് ആണ് പഠിച്ചത്. മീറ്ററിൻ്റെ SI യൂണിറ്റ് എന്താണ്, ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് മീറ്ററാണ്, മാസിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം ആണ്, ടൈമിൻ്റെ SI യൂണിറ്റ് സെക്കൻഡാണ്. ഇനി യൂണിറ്റ് ഓഫ് ടൈം ഇതൊക്കെയാണ് നമുക്കറിയാം. 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡാണ്. അതേപോലെ 1 അവർ എന്ന് പറയുന്നത് 60 മിനിറ്റ്സ് ആണ്. 1 ഡേ എന്ന് പറയുന്നത് 24 അവേഴ്സാണ്. ഇതൊക്കെ എന്താണ്, ടൈമാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ പഠിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി മിസ്സ് പറയാൻ വിട്ടുപോയി, എബൌട്ട് ദി ലീസ്റ്റ് കൗണ്ട്. എന്താണ് ലീസ്റ്റ് കൗണ്ട് എന്ന് മിസ്സ് പറയാൻ വിട്ടുപോയി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ആ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഏതാണോ നമ്മൾ മെഷർമെൻറ്റിന് എടുക്കുന്ന ഡിവൈസ്, എടുക്കുന്ന സ്കെയില്, ആ സ്കെയിലിൽ നമുക്ക് അളക്കാൻ പറ്റുന്ന ഏറ്റവും കുഞ്ഞ് അളവിനെയാണ് നമ്മൾ എന്ത് പറയുക, ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുക. ഓക്കെ, ലീസ്റ്റ് കൗണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ കയ്യിൽ ഉള്ള സ്കെയിൽ, നമ്മളുടെ 15 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിൽ ഉണ്ടല്ലോ, ആ 15 സെൻറ്റിമീറ്ററിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്തായിരിക്കും, നമുക്ക് ആ സ്കെയിൽ വെച്ചിട്ട് അളക്കാൻ പറ്റുന്ന ഏറ്റവും കുഞ്ഞ് യൂണിറ്റ് ഏതാണ്, 1 മില്ലിമീറ്റർ അല്ലേ. സോ 1 മില്ലിമീറ്റർ ആയിരിക്കും നമ്മളുടെ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട്. അങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ക്ലോക്കിൻ്റെ ലീസ്റ്റ് കൗണ്ട് പറയാൻ പറ്റുമോ, ക്ലോക്കിന് ഒരു ക്ലോക്ക് വെച്ച് അളക്കാൻ പറ്റും നമുക്ക് കുഞ്ഞളവ് ഏതാണ്, 1 സെക്കൻഡ് അല്ലേ.
സോ 1 സെക്കൻഡാണ് എന്ത് ക്ലോക്കിൻ്റെ ലീസ്റ്റ് കൗണ്ട്. ഓക്കെ, അപ്പം ലീസ്റ്റ് കൗണ്ടും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഫസ്റ്റ് പാർട്ട് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇനി നെക്സ്റ്റ് പോർഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം നന്നായിട്ട് പഠിക്കുക. അതിൽ കൺവേർഷൻ കാര്യങ്ങളൊക്കെയാണ് ഒന്ന് പഠിക്കാനുള്ളത്. മിസ് ക്വസ്റ്റ്യൻസ് തരാം, അത് നിങ്ങൾ ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.